വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെൻ്റെ സ്നേഹവന്ദനം. ടു റീച്ച് ദി അൺറീച്ച് ഈഡൻ ടി വി നടത്തുന്ന ഈ ശാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് 11ാമത്തെ പാഠമാണ്. രൂത്തും എസ്തറും എന്നുള്ളതാണ് തലവാചകം. അതിൻ്റെ മനഃപ്പാഠവാക്യം ഇപ്രകാരം പറയുന്നു: എസ്തർ രാജ്ഞി പ്രാകാരത്തിൽ നിൽക്കുന്നത് രാജാവ് കണ്ടപ്പോൾ അവന് അവളോട് കൃപ തോന്നി തൻ്റെ കയ്യിൽ ഇരുന്ന പൊൻ ചെങ്കോൽ രാജാവ് എസ്തറിൻ്റെ നേരെ നീട്ടി. എസ്തർ അടുത്ത് ചെന്ന് ചെങ്കോലിൻ്റെ അഗ്രം തൊട്ടു. എസ്തർ 5-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. ഇവിടെ നമ്മൾ പഠിക്കുന്നത് പ്രവചനങ്ങൾ അല്ലെങ്കിൽ വരാൻ പോകുന്ന കാലത്തെ സംഭവങ്ങളെ ദൈവം മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു. നമുക്ക് അത് മനസ്സിലാക്കി തരുവാൻ, അല്ലെങ്കിൽ അന്ത്യകാലത്ത് ജീവിക്കുന്ന നമുക്ക് അത് മനസ്സിലാക്കി ജീവിക്കുവാൻ വേണ്ടി ദൈവം പ്രവചനങ്ങളിലൂടെ തന്നെ അന്ത്യകാല സംഭവങ്ങളെ വിവരിച്ചിരിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നു. 2 വനിതകളെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഒന്ന് രൂത്തും മറ്റത് എസ്തറും. ഈ 2 പേരും എങ്ങനെയാണ് ദൈവത്തിൻ്റെ ജനത്തിൻ്റെ രക്ഷാപദ്ധതിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവർ അതിനെ പ്രതിനിധീകരിക്കുന്നത്, പ്രതീകങ്ങളാകുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. രൂത്തിനെ സംബന്ധിച്ചോളം ഒരു അന്യദേശക്കാരിയാണ്. പക്ഷേ അവൾ എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ കുടുംബത്തിൻ്റെ ഒരു ഭാഗമാണ്. കർത്താവായ യേശു ക്രിസ്തു ജനിച്ച കുടുംബത്തിലെ ഒരു ഭാഗമാകുവാൻ കഴിഞ്ഞു. എസ്തർ രാജ്ഞിയും തൻ്റെ ജനത്തെ രക്ഷിക്കുവാൻ വേണ്ടി തക്ക സമയത്ത് പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമായി കാണുന്നു. ഈ 2 വ്യക്തിത്വങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഒരിക്കൽ കൂടി എല്ലാ ദൈവമക്കളെയും ഈ പാഠപഠനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞായറാഴ്ച ഭാഗം പറഞ്ഞത് അപ്പത്തിൻ്റെ ഭവനത്തിൽ ക്ഷാമം എന്നുള്ളതാണ്. മിക്കപ്പോഴും ഈ ലോകത്തിൽ ജീവിക്കുന്നതിൻ്റെ ക്രൂരമായ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ക്രിസ്തീയ മതത്തെ അല്ലെങ്കിൽ ക്രിസ്ത്യാനിത്വത്തെ വിമർശിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ ലോകത്തിൽ ജീവിക്കുന്നതിൻ്റെ ക്രൂരമായ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് അവർ ചൂണ്ടിക്കാണിക്കുന്നു. അവർ പറയുന്നത് ദൈവം ഇല്ല, ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി ഇല്ല. അല്ലെങ്കിൽ പറഞ്ഞത് നമുക്ക് വേദന ഉണ്ടാകുന്ന കാര്യങ്ങൾ വരുമ്പോൾ, നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ വരുമ്പോൾ ആ കാര്യത്തിൽ ഇടപെടാൻ ദൈവം അശക്തനാണ്. മറ്റൊന്ന്, നമുക്ക് മുറിവേൽക്കുമ്പോൾ അല്ലെങ്കിൽ നാം കഷ്ടതയിലായിരിക്കുമ്പോൾ നമ്മെ സഹായിക്കുവാനും ദൈവം താല്പര്യം കാണിക്കുന്നില്ല എന്നിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനിത്വത്തെ വിമർശിക്കുന്നവർ എന്ത് ചൂണ്ടിക്കാണിക്കുന്നു? ഈ ലോകത്തിൽ ജീവിക്കുന്നതിൻ്റെ കഷ്ടതകളെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച്, ക്രൂരമായ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് അവർ ചൂണ്ടിക്കാണിക്കുന്നു. ദൈവമില്ല എന്ന് പറയുന്നു. നമ്മുടെ ആവശ്യങ്ങൾ സമയത്ത് ദൈവത്തിന് നമ്മെ സഹായിക്കാൻ ദൈവം അശക്തനാണ് എന്ന് പറയുന്നു. പലപ്പോഴും ദൈവത്തിന് നമ്മുടെ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനോ അല്ലെങ്കിൽ ശ്രദ്ധിക്കുവാനോ താല്പര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് ജനങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. വല്ലാതെ വിമർശിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ഇതാണോ വസ്തുത എന്ന് നമ്മൾ വിശുദ്ധ വേദോസം പഠിക്കുമ്പോൾ അല്ല. ദൈവം എപ്പോഴും നമ്മോടൊപ്പം ആയിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ നമ്മുടെ സ്വാതന്ത്ര്യത്തെ ദൈവം മാനിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ സ്വാതന്ത്ര്യത്തെ ദൈവം മാനിക്കുന്നത് കൊണ്ട് തന്നെ നാം തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഫലം അനുഭവിക്കേണ്ട ബാധ്യതയും നമുക്കുള്ളതാണ്. അത് നമ്മൾ നിശ്ചിതമാണ്. നാം എന്താണോ തിരഞ്ഞെടുക്കുന്നത് അതിൻ്റെ ഫലം നാം തന്നെ അനുഭവിക്കേണ്ടി വരും. ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്ന എന്താണ്? എപ്പോഴും ദൈവം നമ്മെ കൊണ്ടുപോകുന്നത് ഈ ലോകത്തിലുള്ള കഷ്ടതകൾക്ക് ഒരു അവസാനമുണ്ടാകണം, നമ്മുടെ പ്രയാസങ്ങൾക്ക് ഒരു അവസാനമുണ്ടാകണം, നമ്മെ നിത്യതയിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ അനുഭവിക്കുന്ന കഷ്ടതകളും പ്രയാസങ്ങൾക്കെല്ലാം ഒരു അന്ത്യത്തിലേക്കാണ് ദൈവം നമ്മെ കൊണ്ടുപോകുന്നത്, നമ്മെ നയിക്കുന്നത്. രൂത്തിൻ്റെ ചരിത്രവും അതുതന്നെയാണ് പഠിപ്പിക്കുന്നത്. കഷ്ടതകളുടെയും പ്രയാസങ്ങളുടെയും ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് രക്ഷയുടെ ഒരു കാലഘട്ടത്തിലേക്ക് ദൈവം മനുഷ്യനെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് രൂത്തിൻ്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം ഇവിടെ അപ്പത്തിൻ്റെ ഭവനത്തിൽ ക്ഷാമം എന്നുള്ളതാണ്. ബെത്ലഹേം എന്ന വാക്ക് തന്നെ ലാൻഡ് ഓഫ് ബ്രെഡ് എന്നാണ്, അപ്പത്തിൻ്റെ നാടെന്നാണ്. അവിടെ ഒരു ക്ഷാമം ഉണ്ടായപ്പോൾ എന്ത് ചെയ്തു? നവോമിയും എലിമലേക്കും തൻ്റെ 2 മക്കളും തീരുമാനിച്ചു, ഇനി ഇവിടെ നിന്നാൽ പറ്റില്ല, നമ്മൾ ആഹാരം കിട്ടാതെ മരിച്ചു പോകും. അതുകൊണ്ട് ആഹാരമുള്ള സ്ഥലത്ത് ആഹാരം കഴിച്ച് ജീവിക്കുവാൻ വേണ്ടി
അവർ തീരുമാനിച്ചു. അവർ അഴുക്കുചാൽ എന്ന അർത്ഥമുള്ള മോവാബിലേക്ക് യാത്ര പുറപ്പെടുന്നു. അപ്പം ദൈവത്തിൻ്റെ നാട്ടിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കൾ വസിക്കുന്ന ബെത്ലഹേമിൽ ക്ഷാമമുണ്ടായി. നാം നോക്കുമ്പോൾ ഏദേൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സമൃദ്ധിയുടെ നടുവിലാണ്. എല്ലാം ഉണ്ടായിരുന്നു അവിടെ. സമൃദ്ധിയുടെ നടുവിലാണ് ദൈവം ഏദേൻ തോട്ടത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇതിനകത്തുള്ള എല്ലാം ഭക്ഷിക്കാം, എല്ലാം ഉപയോഗിക്കാം. ഈ തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷങ്ങളെ ഒഴിച്ച് നിങ്ങൾക്ക് എല്ലാം ഉപയോഗിക്കാം. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നും എങ്ങനെയാണ് ക്ഷാമത്തിൻ്റെ അവസ്ഥയിലേക്ക് മനുഷ്യൻ മാറി എന്ന് ചോദിച്ചാൽ, നമ്മുടെ തിരഞ്ഞെടുപ്പിൻ്റെ ഫലമാണ്, മനുഷ്യൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ഫലമാണ് മനുഷ്യൻ ക്ഷാമം അനുഭവിക്കാനിടയായത്. അപ്പം ആ ഏദൻ തോട്ടത്തിൽ നിന്നും നമ്മൾ ബെത്ലഹേമിലേക്ക് വരുമ്പോൾ, ഏദൻ തോട്ടത്തിൽ സമൃദ്ധിയായിരുന്നു എങ്കിൽ ബെത്ലഹേമിൽ, അപ്പത്തിൻ്റെ നാടായ ബെത്ലഹേമിൽ ക്ഷാമം അനുഭവിക്കുകയുണ്ടായി. അങ്ങനെ ക്ഷാമം അനുഭവിച്ചപ്പോൾ അവരെടുത്ത തീരുമാനം എന്താണ്? അവരുടെ തീരുമാനം, നമ്മളെന്ത് ചെയ്യുന്നു? മോവാബിലേക്ക് പോകുന്നു. അവിടെ ഭക്ഷണങ്ങൾ, ആഹാരം ധാരാളമുണ്ട്, അവിടെ കഴിച്ച് ദീർഘായുസ്സോടെ ജീവിക്കാം എന്നുള്ളതാണ് പിന്നെ അവർ തീരുമാനിച്ചത്. പക്ഷെ ആ തീരുമാനം ശരിയായിരുന്നോ എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ശരിയായിരുന്നോ എന്ന് ചിന്തിക്കുവാനുള്ള സമയം കൂടിയാണ് ഇത്. ഇവിടെ പറഞ്ഞത്, നവോമിയെ പോലെ നമ്മൾ ദൈവം നമുക്ക് അവകാശമായി തരുവാൻ ആരംഭത്തിൽ പദ്ധതി ഇട്ടിരുന്നതെന്നും നമ്മെ തന്നെ ഒഴിവാക്കി കളഞ്ഞു. ദൈവം നമുക്ക് തരുവാൻ വേണ്ടി, നന്മ ചെയ്യുവാൻ വേണ്ടി ദൈവം ഒരു പദ്ധതി ഇട്ടിരുന്നു. പക്ഷേ ആ പദ്ധതിയിൽ നിന്നും നാം ഓരോരുത്തരും ഒഴിഞ്ഞു മാറി പോവുകയാണ് ചെയ്യുന്നത്. ദൈവം നമുക്ക് നന്മ ചെയ്യുന്ന പദ്ധതി എന്ന് പറയുന്നതിന് വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? ഓടി മാറിപ്പോയി. ഏദൻ തോട്ടത്തിലും സമൃദ്ധിയിലേക്ക് ദൈവത്തിൻ്റെ മക്കളെ, ആദ്യ മാതാപിതാക്കളെ ദൈവം സൃഷ്ടിച്ചപ്പോൾ സമൃദ്ധിയിലാക്കിയിരുന്നു. അവർക്ക് വ്യവസ്ഥയുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ കൽപ്പനകളെ മാനിച്ച്, ദൈവത്തെ അനുസരിച്ച്, ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കണമെന്ന വ്യവസ്ഥയുണ്ടായിരുന്നു. ആ വ്യവസ്ഥ അവരെന്ത് ചെയ്തു? പാലിച്ചില്ല. ആ വ്യവസ്ഥ പാലിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു. അതുകൊണ്ട് ആ ഏദൻ പറുദീസ, അവർക്ക് ദാനമായി നൽകിയിരുന്ന ഏദൻ പറുദീസ അവർക്ക് നഷ്ടമായി. അതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ ജീവിതം. നമുക്ക് ദൈവം നൽകിയിട്ടുള്ളതായ അനുഗ്രഹങ്ങളിൽ നിന്നും ആ വ്യവസ്ഥകൾ നമ്മൾ പാലിക്കാതെ നാം എന്ത് ചെയ്യുന്നു? ഓടിപ്പോകുന്നു. ഇവിടെ എലിമലേക്കിനും കുടുംബത്തിനും സംഭവിച്ചത് അത് തന്നെയാണ്. അവർ ദൈവത്തിൻ്റെ നാട്ടിൽ നിന്ന്, അപ്പത്തിൻ്റെ നാട്ടിൽ നിന്നും അവരെന്ത് ചെയ്യുന്നു? പുറത്തേക്ക് പോകുന്നു. നാം നേരത്തെ നമ്മുടെ ദൗത്യം എന്തായിരുന്നു? വീണു പോകാത്തൊരു ലോകത്തെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കീഴിൽ നിലനിർത്തുക എന്നൊരു ദൗത്യം നമുക്കുണ്ടായിരുന്നു. അത് പാപത്താൽ വീണു പോകാത്ത ഒരു ലോകത്തെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് കീഴിൽ നിലനിർത്തുക എന്ന ദൗത്യം നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ സംഭവിക്കുന്നത്, വീണു പോയതിനെ കീഴടക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മൾ പത്രപ്പാടുപെടുകയാണ്. വീണു പോയതിനെ, പാപത്തിൽ അകപ്പെട്ടു പോയ ലോകത്തെ കീഴ്പ്പെടുത്തുവാൻ, അതിൻ്റെ പ്രലോഭനങ്ങളെ കീഴ്പ്പെടുത്തുവാൻ നമുക്ക് കഴിയുന്നില്ല. പലപ്പോഴും നാം ആഗ്രഹിക്കുന്നത് ഈ പാപത്തെ കീഴ്പ്പെടുത്തണം എന്ന് നാം ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ മോഹങ്ങളെ കീഴ്പ്പെടുത്തണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, പലപ്പോഴും നാം അതിന് അടിമപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അതിന് കീഴ്പ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അതിന് കീഴ്പ്പെട്ടു പോകുമ്പോൾ നാം എന്താണ് സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെ പാതയിൽ നിന്നും ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. നമുക്ക് കഷ്ടതകളുണ്ടാകുന്നു. നാം ഈ ലോകത്തിന്, വീണുപോയതായ ലോകത്തിന് അടിമപ്പെട്ടിരിക്കുമ്പോൾ, ആ ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുമ്പോൾ നമുക്ക് കഷ്ടതകളും പ്രയാസങ്ങളും ദുരന്തങ്ങളുമാണ് നമ്മെ കാത്തിരിക്കുന്നത്. പക്ഷേ ആ ദുരന്തങ്ങളുടെ ഇടയിലും ദൈവം നമുക്കൊരു പ്രത്യാശ വച്ചിട്ടുണ്ട്. ഇതിനൊക്കെയും ഒരവസാനം വരും എന്ന പ്രത്യാശ. അതാണ് രൂത്തിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. ബേത്ലഹേമിൽ നിന്നും, അപ്പത്തിൻ്റെ നാടായ ബേത്ലഹേമിൽ നിന്നും അഴുക്കുചാലിലേക്ക് യാത്ര പോകുവാൻ വേണ്ടി തീരുമാനിച്ചതായ ഒരു കുടുംബം. ദൈവം അവർക്ക് വച്ചിരുന്നതായ അനുഗ്രഹങ്ങളെ, ആ വ്യവസ്ഥകൾ പാലിക്കാതെ അവർ സ്വന്തമായ തീരുമാനമെടുത്തുകൊണ്ട് അവർ പോയി. അവരുടെ ദുരന്തം എന്താണ് എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. 4 പേർ ആ ഭവനത്തിൽ നിന്ന് യാത്ര തിരിച്ചു. ആ യാത്ര തിരിച്ചവരിൽ ഒരാൾക്ക് മാത്രമാണ് സ്വന്തമായി, അല്ലെങ്കിൽ തിരികെ സ്വന്തം നാട്ടിലേക്ക് വരുവാൻ അവസരം ഉണ്ടായത്. ആ ദുരന്തവും നമ്മൾ കാണുക, വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ, നൽകാമെന്ന് പറഞ്ഞ അനുഗ്രഹങ്ങൾ, ആ വ്യവസ്ഥ നമ്മൾ പാലിക്കുന്നുവെങ്കിൽ നമുക്ക് ലഭിക്കും. അതല്ല എങ്കിൽ
നാം ദുരന്തത്തിലേക്കായിരിക്കും നമ്മുടെ ചുവടുവെപ്പ് എന്നുള്ളതാണ് ഈ അപ്പത്തിൻ്റെ ഭവനത്തിൽ ക്ഷാമം എന്ന പാഠം കൊണ്ട് നവോമിയുടെയും എലിമലേക്കിൻ്റെയും തിരഞ്ഞെടുപ്പിലൂടെ ദൈവം നമുക്ക് വിശുദ്ധ വേദവസ്തു നമുക്ക് കാണിച്ചു തരുന്നത്, നാം തിരഞ്ഞെടുപ്പുകൾ നടത്തുമ്പോൾ നമുക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ദൈവം പറയുന്നു, നാം നടത്തുന്ന തിരഞ്ഞെടുപ്പുകളുടെ ഫലമായിരിക്കും നാം അനുഭവിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ദൈവം നമ്മോട് പറയും, നല്ല തിരഞ്ഞെടുപ്പുകൾ നടത്തണം. ദൈവം നമുക്ക് നൽകുന്ന പ്രതീക്ഷ എന്ന് പറയുന്നത്, നമ്മോട് പറയുന്ന വാഗ്ദത്തമാണെന്ന് പറയുന്നത്, നിങ്ങളുടെ കഷ്ടതകളും പ്രയാസങ്ങളും ഒരു നാൾ അവസാനിക്കും. അതുതന്നെയാണ് ഓരോ ക്രിസ്തീയ ജീവിതത്തിലും ഓരോ ക്രിസ്തീയ ജീവിതത്തിനും ദൈവം നൽകുന്ന പ്രത്യാശ. നാം തിരഞ്ഞെടുപ്പുകൾ നടത്തുമ്പോൾ ദൈവത്തിൻ്റെ പാതയിലൂടെ നടക്കുവാൻ വേണ്ടി, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നേടുവാൻ വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്തണം എന്നാണ് ഈ പാഠഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. തിങ്കളാഴ്ച പാഠത്തിലേക്ക് വരുമ്പം രൂത്തും ബോവാസും എന്നുള്ളതാണ്. ഇവിടെ നവോമിയുടെ പേര് മാറ്റുന്നു. മാറ എന്ന് വിളിക്കപ്പെടുവാൻ വേണ്ടി നവോമി ആഗ്രഹിക്കുന്നു. അതിന് നവോമി പറയുന്ന കാരണം, ഞാനിപ്പോൾ എന്താണ് കയ്പ് ഉള്ളവളായി മാറി, കയ്പേറിയ അനുഭവങ്ങൾ അനുഭവിച്ചിട്ടുള്ള വ്യക്തിയായി മാറി എന്ന് നവോമി തന്നെ പറയും. നോക്കൂ, ദൈവത്തിൻ്റെ തേജസ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പാദ സാന്നിധ്യത്തിൽ നവോമി ആയിരുന്നപ്പോൾ നവോമി എന്താണ് കാണാൻ സുന്ദരിയായിരുന്നു, അവൾ തേജസ്സുള്ളവരായിരുന്നു. ദൈവത്തിൻ്റെ തേജസ്, ദൈവത്തിൻ്റെ സാന്നിധ്യം അവൾക്ക് നഷ്ടപ്പെട്ടപ്പോൾ അവൾ തന്നെ തിരിച്ചറിയുന്നു, ഞാനിപ്പോൾ മാറ എന്നാണ്. ഏദൻ തോട്ടത്തിലും ഇതേ ഒരു സംഭവം ഉണ്ടായി. അവർ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഒളിച്ചിരുന്നു. ദൈവം അവരോട് ചോദിക്കുന്ന ചോദ്യം, നീ എവിടെ എന്നാണ് ചോദിച്ചത്. ആദാമേ, നീ എവിടെ? അപ്പോൾ ഞങ്ങളോട് ഒളിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് ഒളിച്ചിരിക്കുന്നു? ഞങ്ങൾ നഗ്നരാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഓരോ വ്യക്തിയും ആയിരിക്കുമ്പോൾ നമുക്ക് ദൈവിക തേജസ് എപ്പോഴും ഉണ്ടായിരിക്കും. എന്നാൽ നാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും ഓടി മറയുന്നു എങ്കിൽ നാമും നമ്മുടെ സൃഷ്ടിതാവായ ദൈവവും തമ്മിലുള്ള ബന്ധത്തിന് ഒരു വിള്ളൽ സംഭവിച്ചിരിക്കുന്നു. പാപം മുഖാന്തരം, നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ മുഖാന്തരം നാമും മനുഷ്യവർഗവും ദൈവവും തമ്മിലുള്ള ബന്ധത്തിന് ഒരു വിള്ളൽ സംഭവിച്ചിരിക്കുന്നു. പലപ്പോഴും നാം ചിന്തിക്കുന്നത് നമ്മുടെ ഭാവി സുരക്ഷിതമല്ല, അല്ലെങ്കിൽ നമുക്കെന്താണ്, നമ്മൾ കഷ്ടതയിലാണ്, ആത്മീകമായ പാപ്പരത്വം നമുക്കുണ്ട്, ഇതൊക്കെ നമുക്കുണ്ട്. പക്ഷേ ദൈവം നമ്മോട് പറയുന്നതാണ്, ഞാൻ നിന്നെ മറന്നിട്ടില്ല എന്നാണ് ദൈവം നമ്മോട് പറയുന്നത്. ഇതെല്ലാം മാറുന്ന ഒരു അവസരം നമുക്കുണ്ട്. നമ്മുടെ കഷ്ടതകളും നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ ആശങ്കകളൊക്കെ മാറുന്നൊരവസരം നമുക്കുണ്ട്. അത് ദൈവം നമ്മോട് പറയുന്നത്, ഞാൻ നിന്നെ മറന്നിട്ടില്ല എന്നുള്ളതാണ് ദൈവം നമ്മോട് പറയുന്നത്. ഇതേ അനുഭവം രൂത്തിലും ബോവാസിലും നമുക്ക് വരുന്നുണ്ട്. നവോമിക്ക് ഒരിക്കലും തൻ്റെ ഭർത്താവിൻ്റെ എലിമലേക്കിൻ്റെ വസ്തു തിരികെ എടുക്കുവാൻ നിർവാഹമില്ലായിരുന്നു. അതിനുവേണ്ടി തൻ്റെ ബന്ധത്തിലുള്ള ഏതെങ്കിലും ഒരു ചാർച്ചക്കാരൻ ധനമുള്ള, അല്ലെങ്കിൽ ആ വസ്തു തിരികെ എടുക്കാൻ വേണ്ടി തനിക്ക് നഷ്ടപ്പെട്ടു പോയതായ തൻ്റെ ഭർത്താവിൻ്റെ വസ്തുവകകൾ തിരിച്ചെടുക്കുവാൻ വേണ്ടി ഏതെങ്കിലും ഒരു ധനവാനായ ഒരു ചാർച്ചക്കാരൻ തൻ്റെ കുടുംബത്തിൽ നിന്ന് ഉയർന്നു വരണമായിരുന്നു. അത് ബോവാസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബോവാസ് അവരുടെ ഒരു ചാർച്ചക്കാരൻ കൂടിയാണ്, ധനവാൻ മാത്രമല്ല, ഒരു ചാർച്ചക്കാരൻ കൂടിയായിരുന്നു. അപ്പോൾ ബോവാസ് ദയാലുവായിരുന്നു, അവൻ സമ്പന്നനായിരുന്നു, പിന്നെ ദയാലുവുമായിരുന്നു. ഇവിടെ ബോവാസിനെ കർത്താവായ യേശുക്രിസ്തുവുമായി താരതമ്യം ചെയ്യുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തുവുമായി താരതമ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു വീണ്ടെടുപ്പുകാരൻ ദൈവത്തിൻ്റെ മക്കൾക്ക് ആവശ്യമാണ്. ഇപ്പം നവോമിയെ സംബന്ധിച്ചോളം നവോമിയുടെ ഭർത്താവിൻ്റെ വസ്തുവകകൾ അല്ലെങ്കിൽ ആ അവകാശം വീണ്ടെടുക്കുവാൻ വേണ്ടി നവോമിക്ക് കഴിയുന്നില്ല. അപ്പോൾ ആ സ്ഥാനത്ത് വീണ്ടെടുക്കുവാൻ വേണ്ടി നവോമിക്കത് കഴിയാത്തത് കൊണ്ട് അത് വീണ്ടെടുക്കുവാൻ വേണ്ടി അവിടെ ബോവാസ് വരുന്നു. പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നു പോയതായ വീണുപോയതായ മനുഷ്യവർഗത്തിന് സ്വയമേ തിരികെ ആ പഴയ സ്വരൂപത്തിലേക്ക് അല്ലെങ്കിൽ പഴയ അവസ്ഥയിലേക്ക് വരുവാൻ കഴിയുകയില്ല. അതിനുവേണ്ടി മറ്റൊരാൾ അത് ഏറ്റെടുക്കേണ്ടി വരുന്നു. കർത്താവായ യേശുക്രിസ്തു അവിടെ വരുന്നു. കർത്താവായ യേശുക്രിസ്തു ഏറ്റെടുക്കുന്നത് എങ്ങനെയാണ്? സ്വന്തം ജീവൻ കൊടുത്താണ് കർത്താവായ യേശുക്രിസ്തു പാപത്തിൽ വീണുപോയതായ ദൈവത്തിൻ്റെ ജനത്തെ വീണ്ടെടുക്കുന്നത്, ഈ ഭൂമിയിലെ ജനത്തെ വീണ്ടെടുക്കുന്നത്.
അപ്പം ബോവാസ് എങ്ങനെയാണോ നവോമിയെ വീണ്ടെടുത്തത്, അതിനേക്കാലം അല്ലെങ്കിൽ നവോമിയുടെ എലിമലേക്കിൻ്റെ വസ്തുവകകളെയും നവോമിയൊക്കെ വീണ്ടെടുത്തത് അതിനേക്കാലം എത്രയോ മഹത്തരമായിട്ടാണ് ഈ ലോകത്ത് വീണുപോയ ജനങ്ങളെ കർത്താവായ യേശുക്രിസ്തു സ്വന്തം ജീവൻ കൊടുത്ത് വീണ്ടെടുത്തത്. നമ്മുടെ പ്രതീക്ഷ അതാണ്. നമുക്ക് നമ്മുടെ വീണ്ടെടുപ്പുകാരനായി കർത്താവായ യേശുക്രിസ്തു അവിടെ ഉണ്ട്. ബോവാസ് ഒരു വീണ്ടെടുപ്പുകാരനായി ഇസ്രായേലിൻ്റെ അന്നത്തെ നിലവിലുണ്ടായിരുന്നതായ വ്യവസ്ഥ പ്രകാരം ഒരു വീണ്ടെടുപ്പുകാരനായി അവിടെ വന്നതുപോലെ ദൈവത്തിൻ്റെ മക്കൾ, പാപത്തിൽ വീണുപോയതായ ദൈവത്തിൻ്റെ മക്കളെ വീണ്ടെടുക്കുവാൻ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. രക്തവും മാംസവുമുള്ള മനുഷ്യനായി, നമ്മുടെ ബന്ധുവായി, നമ്മുടെ ചാർച്ചക്കാരനായി കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവൻ നമുക്ക് വിലയായി കൊടുത്തത് സ്വന്തം ജീവനാണ്. അതുകൊണ്ടാണ് ലോക ചരിത്രത്തിൽ ഇത്രയും മഹത്തരമായ ഒരു വീണ്ടെടുപ്പ് വേറെ ഇല്ല എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. സ്വന്തം ജീവൻ കൊടുത്ത് വീണ്ടെടുക്കുവാൻ വേറെ ഒരാളും തയ്യാറായിട്ടില്ല കർത്താവായ യേശുക്രിസ്തു അല്ലാതെ. അപ്പം നാം വീണ്ടെടുക്കപ്പെട്ടവരാണ്. നമുക്ക് മറുവിലയായി ദൈവം കൊടുത്തത് തൻ്റെ ജീവനാണ്. പലപ്പോഴും നാം ചിന്തിക്കുന്നത് എനിക്ക് രക്ഷ കിട്ടുവാൻ നമ്മുടെ സ്വയം പ്രയത്നം മതിയോ, അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും കുറവുകളുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ അവസാനം പറയുന്നത് ബോവാസ് ആ രൂത്തിനെയും നവോമിയെയും ആ കുടുംബത്തെയും രക്ഷിച്ചതുപോലെ നമ്മെ രക്ഷിക്കുവാൻ ദൈവം എന്ത് ചെയ്യുന്നു? താല്പര്യപ്പെട്ടിരിക്കുന്നു. നമ്മെ വീണ്ടെടുക്കുവാൻ ദൈവം താല്പര്യപ്പെട്ടിരിക്കുന്നു. നമ്മെ ദൈവത്തിൻ്റെ മണവാട്ടിയായി സ്വീകരിക്കുവാൻ എല്ലാ കുറവുകളും നമുക്കുണ്ട്. പക്ഷെ ആ കുറവുകളൊക്കെ മറന്നുകൊണ്ട് ദൈവത്തെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിൻ്റെ മണവാട്ടിയായി നമ്മെ സ്വീകരിക്കുവാൻ ദൈവം തയ്യാറാണ്. കർത്താവായ യേശുക്രിസ്തു തയ്യാറാണ്. ബോവാസ് രൂത്തിനെ സ്വീകരിച്ചതുപോലെ, നയോമിയുടെ കുടുംബത്തെ ഉയർത്തിയതുപോലെ, വീണ്ടെടുത്തതുപോലെ കർത്താവായ യേശുക്രിസ്തു നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുക്കുവാനും അവൻ്റെ മണവാട്ടിയായി ചേർക്കുവാനും കർത്താവ് താല്പര്യപ്പെടുന്നു. നാം അതിന് തയ്യാറാണോ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ പാഠഭാഗം പറയുന്നത് രൂത്തിനെയും നവോമിയെയും ബോവാസ് വീണ്ടെടുത്തതുപോലെ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലെ മുഴുവൻ ജനങ്ങളെയും വീണ്ടെടുത്തിരിക്കുന്നു തൻ്റെ രക്തം കൊണ്ട്. ആ രക്ഷയിലേക്ക് നമ്മെ ക്ഷണിക്കുന്നു. നാം അതിന് ആ രക്ഷയിൽ പങ്കെടുക്കുവാൻ, ഉൾപ്പെടുവാൻ തയ്യാറാണോ എന്ന ഒരു സ്വയം ചിന്തയുടെയും ഒരു അവലോകനത്തിൻ്റെയും കൂടെയും സമയമാണ് ഈ പാഠഭാഗം നമുക്ക് നൽകുന്നത്. ചൊവ്വാഴ്ച ഭാഗം പറയുന്നത് ബോവാസ് വീണ്ടെടുപ്പുകാരനായത്. ഇവിടെ പറയുന്നത് ബോവാസ് രൂത്തിനെ അഗാധമായി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ബോവാസിന് ആ കുടുംബത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി ആഗ്രഹമുണ്ട്. പക്ഷേ മറ്റൊരു വ്യക്തി അവിടെ ഉണ്ട്. ആ വ്യക്തി ഒരു തടസ്സമായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ബോവാസ് എന്താ ചെയ്തത്? ബോവാസ് ആ വ്യക്തിയെയും കൂടെ വിളിച്ച് പട്ടണവാതിൽക്കൽ വെച്ച് മൂപ്പന്മാരുടെ സ്ഥാനത്തിൽ പറയുന്നുണ്ട് കാര്യങ്ങൾ. ആ ഭാഗം താഴേക്ക് പറയുന്നത്. ഇവിടെ പറയുന്നത് ബോവാസ് നവോമിയെയും കുടുംബത്തെയും വീണ്ടെടുക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചപ്പോൾ അവിടെ തടസ്സങ്ങൾ നേരിട്ടു. അത്ര സുഗമമായിരുന്നില്ല ആ വീണ്ടെടുപ്പിൻ്റെ ഒരു പദ്ധതി, ഒരു പ്രക്രിയ എന്ന് പറയുന്നത് അത്ര സുഖകരമായിരുന്നില്ല. അപ്പോൾ ആ തടസ്സങ്ങളെയൊക്കെ അതിജീവിച്ചു കൊണ്ടായിരുന്നു ബോവാസ് നവോമിയെയും ആ കുടുംബത്തെയും വീണ്ടെടുത്തത്. ഇവിടെ കർത്താവായ യേശുക്രിസ്തു നമ്മൾ പറയുന്ന സമയത്ത് കർത്താവായ യേശുക്രിസ്തു വൻ പോരാട്ടത്തിൽ പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തു നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടി ഒട്ടനവധി പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. നമുക്ക് വേണ്ടി നമ്മുടെ മേൽ അവകാശവാദം പറയുവാൻ, അവകാശം സ്ഥാപിക്കുവാൻ കർത്താവായ യേശുക്രിസ്തു ആഗ്രഹിക്കുമ്പോൾ അതേ അവകാശവാദം പറയുവാൻ മറ്റൊരാളും കൂടെ ഉണ്ട്, സാത്താൻ. ഇവൻ എൻ്റെ പക്ഷക്കാരനാണ്, എൻ്റെ മകനാണ് എന്ന് കർത്താവായ യേശുക്രിസ്തു ലോകത്തോട്, പ്രപഞ്ചത്തോട് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുമ്പോൾ അങ്ങനെയല്ല, ഇയാൾ എൻ്റെ പക്ഷക്കാരനാണെന്ന് പറയുവാൻ സാത്താൻ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. വിശുദ്ധ വേദപുസ്തകം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ മക്കൾ കൂടിയിരുന്ന സ്ഥലത്ത് സാത്താൻ ചെന്നു. ദൈവത്തിൻ്റെ സ്ഥാനത്തിൽ സാത്താൻ നിൽക്കുവാൻ ചെന്നു. ദൈവം സാത്താനോട് ചോദിക്കുന്നു, നീ എവിടെ നിന്ന് വന്നു? അപ്പോൾ ഞാൻ മൊത്തവും സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് സാത്താൻ പറയുന്നു. ദൈവം സാത്താനോട് ചോദിക്കുന്നത്, എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അപ്പോൾ സാത്താൻ പറയുന്ന മറുപടി എന്ന് പറയുന്നത്,
ഇയ്യോബിന് സ്വമനസ്സാലെ നിന്നെ സ്നേഹിക്കുവാനോ നിന്നെ അനുസരിക്കുവാനോ താല്പര്യമല്ല, മറിച്ച് നീ അവനെ ഇങ്ങനെ അനുഗ്രഹം കൊണ്ട് മൂടിയിരിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ നിൻ്റെ കൃപാകടാക്ഷം അവൻ്റെ മേൽ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് അവൻ നിന്നെ സ്നേഹിക്കുകയും അവൻ നിന്നെ അനുസരിക്കുകയും ചെയ്യുന്നത്. നീ അതൊന്ന് മാറ്റി നോക്കൂ, എങ്കിൽ എന്തു ചെയ്യും? അവൻ നിന്നെ തള്ളിപ്പറയും എന്നാണ് സാത്താൻ പറഞ്ഞത്. അപ്പോഴും സാത്താന് മനുഷ്യർ ദൈവത്തെ ആരാധിക്കുന്നതും ദൈവത്തെ അനുസരിക്കുന്നതും അംഗീകരിച്ചു കൊടുക്കാൻ മനസ്സില്ല. യോബിനെക്കുറിച്ച് പറയുന്നത് അങ്ങനെയാണ്. എന്താണ്? നീ അവനെ എപ്പോഴും ഇങ്ങനെ എന്ത് ചെയ്യുന്നു? അനുഗ്രഹിക്കുന്നു, അവന് ചുറ്റും വലയം തീർത്തിരിക്കുന്നു, നിൻ്റെ സാന്നിധ്യം എപ്പോഴും അവൻ അനുഭവിച്ചറിയുന്നു. അതൊക്കെ കൊണ്ടാണ് അവൻ നിന്നെ സ്നേഹിക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ ഇതൊക്കെ ഒന്ന് പിൻവലിച്ച് നോക്കൂ, ഇതൊക്കെ ഒന്ന് മാറ്റി നോക്കൂ, എന്തു ചെയ്യും? അവൻ നിന്നെ തള്ളിപ്പറയും. പക്ഷെ ചരിത്രം നമുക്കറിയാം, എന്താ സംഭവിച്ചത് നമുക്കറിയാം. അതുപോലെ സാത്താൻ എപ്പോഴും നമ്മുടെ മേൽ അവകാശവാദം ഉന്നയിക്കുന്നു. എൻ്റെ മേൽ, കേൾക്കുന്ന ഓരോരുത്തരുടെ മേൽ അവകാശവാദം ഉന്നയിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു നമ്മോടൊപ്പം, അല്ലെങ്കിൽ ഇവൻ എൻ്റെയാണ് എന്ന് പറയുവാൻ ആഗ്രഹിക്കുമ്പോൾ സാത്താനും മറുവശത്തുനിന്ന് പറഞ്ഞു, അല്ല, അവൻ എൻ്റെയാണ് എന്ന്. സിസ്റ്റർ വൈറ്റ് വൻ പോരാട്ടത്തിൽ പറയുന്നത് മോശയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു വാക്യം നമ്മൾ കാണുന്നത് യൂദായുടെ പുസ്തകത്തിലെ. മോശയുടെ മരണ സമയത്ത് സാത്താൻ മോശയുടെ ശരീരത്തിന് വേണ്ടി വാദിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പം സിസ്റ്റർ വൈറ്റ് ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: ആദ്യമായി ക്രിസ്തു മരിച്ചവർക്ക് ജീവൻ കൊടുക്കുവാൻ തുടങ്ങുകയായിരുന്നു. ജീവൻ്റെ രാജകുമാരനും തിളങ്ങുന്നവരും ശവക്കല്ലറയ്ക്കരികിലേക്ക് അടുത്തപ്പോൾ സാത്താൻ അവൻ്റെ ആധിപത്യത്തിന് ജാഗ്രതയുള്ളവനായിരുന്നു. അവൻ്റെ ദുഷ്ടദൂതന്മാരുമായി അവൻ ഒരു കടന്നുകയറ്റത്തിനുള്ള വാദത്തിനായി എഴുന്നേറ്റ് നിന്നു. അവൻ്റെ സ്വന്തം പ്രദേശമാണെന്ന അവകാശവാദവും നടത്തി. ദൈവവേലക്കാരൻ അവനെ തടവുകാരനായി എന്ന് അവൻ വീരവാദവും പറഞ്ഞു. മോശയ്ക്ക് പോലും ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാൻ സാധിച്ചില്ല എന്ന് അവൻ പ്രഖ്യാപിച്ചു. അതുകാരണം യഹോവയ്ക്കുള്ള മഹത്വം അവൻ തനിക്ക് തന്നെ എടുത്തു. സ്വർഗത്തിൽ നിന്ന് സാത്താനെ ബഹിഷ്കരിക്കാനുണ്ടായ മുഖ്യ പാപം തന്നെയല്ല, കൽപ്പനാലംഘനം മൂലം സാത്താൻ്റെ അധീനതയിലായി കഴിഞ്ഞു. ഇവിടെ പറയുന്നത്, സിസ്റ്റർ വൈറ്റ് പറയുന്നത്, സാത്താൻ്റെ അവകാശവാദമാണ്. മോശയ്ക്ക് പോലും, ദൈവത്തിൻ്റെ ദാസനായ മോശയ്ക്ക് പോലും കൽപ്പന അനുസരിക്കാൻ കഴിയില്ല. മോശ എൻ്റേതാണ് എന്നാണ് സാത്താൻ പറയുന്നത്. നോക്കൂ, ദൈവം നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടി തയ്യാറായപ്പോൾ എന്തൊക്കെ പ്രതിസന്ധികളായിരുന്നു കർത്താവ് യേശുക്രിസ്തുവിന് നേരിടേണ്ടി വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ നിശ്ചയമായും കർത്താവ് യേശുക്രിസ്തു തൻ്റെ മക്കളെ സംരക്ഷിക്കും. അതാണ് മോശയെ ഉയർപ്പിച്ചതിലൂടെ ദൈവം നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു പാഠം. സാത്താൻ മോശയോട് പറഞ്ഞു, സാത്താൻ ദൈവത്തോട് പറഞ്ഞു, മോശ നിൻ്റെ കൽപ്പന അനുസരിച്ചില്ലല്ലോ. പക്ഷേ ദൈവം മോശയെ എന്ത് ചെയ്തു? ഉയർപ്പിച്ചു. ദൈവത്തിൻ്റെ മകനായി ദൈവം മോശയെ ഉയർപ്പിച്ചു. മോശയുടെ പാപങ്ങളൊക്കെയും ദൈവം ക്ഷമിച്ചു കൊടുത്തു. വീണ്ടെടുക്കപ്പെട്ടവനായി മോശ ദൈവത്തിൻ്റെ പക്ഷത്തേക്ക് ചേർക്കപ്പെട്ടു എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവാണ് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. പ്രതിബന്ധങ്ങൾ ഏറെയുണ്ട്, വെല്ലുവിളികൾ ഏറെയുണ്ട്. നമുക്ക് വേണ്ടി വാദിക്കുവാൻ എതിർശക്തി, ഇരുട്ടിൻ്റെ ശക്തി അവിടെ നിൽക്കുന്നുണ്ട് എന്ന് നാം എപ്പോഴും ഓർമ്മയിലായിരിക്കണം, എപ്പോഴും ബോധമുള്ളവരായിരിക്കണം. എനിക്ക് വേണ്ടി വാദിക്കുവാൻ കർത്താവ് എന്നെ വീണ്ടെടുത്തുകൊണ്ട് നിത്യരക്ഷയിലേക്ക് എടുക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ അപ്പുറത്ത് സാത്താൻ എനിക്ക് വേണ്ടി വാദിക്കുന്നു. ഒരു ന്യായവിധിയുടെ രംഗമാണ് അവിടെ പറയുന്നത്. ബോവാസ് എവിടെയാണ് പോയത്? ഈ കാര്യത്തിൽ തീരുമാനമെടുക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ വീണ്ടെടുപ്പുകാരൻ്റെ എന്ന വിഷയത്തിൽ, അല്ലെങ്കിൽ തനിക്കത് വീണ്ടെടുക്കാൻ കഴിയുമോ എന്ന വിഷയത്തിൽ തീരുമാനമെടുക്കുവാൻ വേണ്ടി ബോവാസ് പട്ടണവാതിൽക്കൽ ചെന്ന് മൂപ്പന്മാരെ വിളിച്ചു വരുത്തി അവരുടെ സാന്നിധ്യത്തിൽ ആ അവകാശവാദം ഉന്നയിക്കാൻ കഴിവുള്ള വ്യക്തിയെ വിളിച്ചിട്ട് പറഞ്ഞു, എലിമലേക്കിൻ്റെ വസ്തുത വയൽ വിൽക്കുവാൻ പോകുന്നു, നിനക്കത് വീണ്ടെടുക്കുവാൻ താല്പര്യമുണ്ടോ? അത് മാത്രവുമല്ല, അങ്ങനെ നീ വീണ്ടെടുക്കുന്നു എങ്കിൽ ആ മോവാബി സ്ത്രീയെയും കൂടെ നീ വീണ്ടെടുത്ത് കൊള്ളണമെന്ന് പറഞ്ഞു. ആ വ്യക്തി പറഞ്ഞു, എനിക്കതിന് താല്പര്യമില്ല, കഴിയില്ല. നോക്കൂ, കൈയൊഴുകയാണ്, എനിക്കതിന് കഴിയില്ല. അങ്ങനെ ബോവാസ് രൂത്തിനെയും ആ കുടുംബത്തെയും, എലിമലേക്കിൻ്റെ കുടുംബത്തെയും വീണ്ടെടുക്കുകയും ആ കുടുംബത്തിൻ്റെ വീണ്ടെടുപ്പുകാരനായി മാറുകയും ചെയ്തു. കർത്താവായ യേശുക്രിസ്തുവും അന്ത്യകാലത്ത് നടത്തുവാൻ പോകുന്ന ഒരു ന്യായവിധിയുടെ രംഗം നമുക്ക് മുന്നമേ ഇവിടെ കാണിച്ചു തരുന്നു.
നമുക്ക് വേണ്ടി വാദിക്കുവാൻ വേണ്ടി സാത്താൻ അപ്പുറത്ത് നിൽപ്പുണ്ട്. പക്ഷേ ദൈവം പറയുന്നത്, നാം ദൈവത്തിൻ്റെ പക്ഷത്ത് ജീവിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മെ വീണ്ടെടുക്കും. ആ വീണ്ടെടുപ്പ് നിത്യ രക്ഷയിലേക്ക് തന്നെയായിരിക്കും. ബുധനാഴ്ച പാഠം പറയുന്നത് ഹാമാനും സാത്താനും എന്നുള്ളതാണ്. ഇവിടെ എസ്തറിൻ്റെ കഥയാണ്, എസ്തറിൻ്റെ ജീവചരിത്രമാണ് ഇവിടെ പറയുന്നത്. എന്താണ് നമുക്കറിയാം, ഹാമാൻ എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്തു? അധികാരത്തിനും ആർത്തിയേറിയ ഒരു വ്യക്തിയുമായിരുന്നു. അപ്പം ഹാമാനെ ഇവിടെ ചിത്രീകരിക്കുന്നത്, ഹാമാൻ്റെ ചരിത്രം നമുക്കറിയാം. മൊർദെഖായിയെ കൊല്ലുവാൻ വേണ്ടി ഹാമാൻ ചട്ടം കൂട്ടുന്നു. മൊർദെഖായി ആ രാജ്യത്തെ വിളംബരം എന്ന് പറയുന്നത് ഹാമാന് രാജാവിൻ്റെ മറ്റു പല നേതാക്കൾക്കും തുല്യമായി സ്ഥാനക്കയറ്റം കൊടുക്കുകയും എല്ലാവരും ഹാമാനെ ബഹുമാനിക്കണമെന്ന് ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. ഹാമാൻ അങ്ങനെ പോകുമ്പോഴും വഴുമ്പോഴൊക്കെ എന്ത് ചെയ്യുന്നു? ആ രാജഭടന്മാരും മറ്റുള്ളവരും എന്ത് ചെയ്യണം? എഴുന്നേറ്റ് തൊഴുകയോ അല്ലെങ്കിൽ നമസ്കരിക്കുകയൊക്കെ ചെയ്യണം. പക്ഷേ യഹൂദനായ മൊർദെഖായി അതിന് വഴങ്ങിയില്ല. മറ്റുള്ളവർ മൊർദെഖായിയോട് പറഞ്ഞിട്ട് മൊർദെഖായി പറഞ്ഞു, ഞാൻ യഹൂദനാണ്, ഞാൻ വഴങ്ങില്ല എന്ന് പറഞ്ഞു. ഇത് ഹാമാൻ്റെ ചെവിയിലും എത്തി. ഹാമാൻ എന്ത് ചെയ്തു? മൊർദെഖായിയെ കൊല്ലുവാൻ തീരുന്നു. മൊർദെഖായി മാത്രമല്ല, ആ സമൂഹത്തെ മുഴുവനും ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഒരു പദ്ധതിയിട്ടു, അതിന് അവസരം കാത്തിരുന്നു. ഇവിടെ ഹാമാനെ നാം സാത്താനുമായിട്ടാണ് ചിത്രീകരിക്കുന്നത്, അല്ലെങ്കിൽ താരതമ്യം ചെയ്യുന്നത്. സാത്താൻ എന്തിനു വേണ്ടിയായിരുന്നു ദൈവത്തോട് മത്സരിച്ചത്? സാത്താൻ മത്സരിച്ചത് അധികാരത്തിന് വേണ്ടിയായിരുന്നു. ദൈവത്തിന് കൊടുക്കുന്നതായ ആ സർവ്വ ആരാധനയും മഹത്വവുമൊക്കെ എനിക്ക് വേണം എന്ന് സാത്താൻ ആഗ്രഹിച്ചു. അതിന് വിസമ്മതിക്കുന്നവരെ, അല്ലെങ്കിൽ സാത്താനെ ആരാധിക്കാൻ വിസമ്മതിക്കുന്നവരെ സാത്താൻ എന്ത് ചെയ്യുന്നു? ആക്രമിക്കുന്നു. അവൻ ബലം പ്രയോഗിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ്, അങ്ങനെ ഒരു താരതമ്യമാണ് സാത്താനും ഹാമാനും തമ്മിൽ ഇവിടെ നടത്തിയിരിക്കുന്നത്. ഹാമാനെ ബഹുമാനിക്കാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മുഴുവനും ഉന്മൂലനം ചെയ്യുവാൻ വേണ്ടി ഹാമാൻ പദ്ധതിയിട്ടു. സാത്താനെയും ആരാധിക്കാത്തവരുണ്ട് എങ്കിൽ, സാത്താനെയും വണങ്ങാത്തവരുണ്ട് എങ്കിൽ സാത്താനം ചെയ്യാൻ പോകുന്നത് അങ്ങനെ തന്നെയാണ്. ഉന്മൂലനം ചെയ്യുവാൻ വേണ്ടി സാത്താൻ പദ്ധതി ഇടും. സാത്താൻ സ്വർഗത്തിൽ എന്തുകൊണ്ട് കലാപമുണ്ടാക്കിയെന്ന് ചോദിച്ചാൽ, ആരാധനയ്ക്ക് തനിക്ക് യോഗ്യതയുണ്ട് എന്ന് സാത്താൻ സ്വയം അവകാശപ്പെട്ടു. നാം താഴേക്ക് വായിക്കുന്ന സമയത്ത്, എസ്തറിൻ്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ, തക്ക സമയത്ത് ദൈവം എസ്തറിലൂടെ പ്രവർത്തിച്ചു. ആ അപകടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന ഒരവസ്ഥയിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജനത്തെ മുഴുവനുമായി ഉന്മൂലനം ചെയ്യുവാൻ വേണ്ടി ഹാമാൻ പദ്ധതി ഇട്ടപ്പോൾ തക്ക സമയത്ത് ദൈവം എസ്തറിലൂടെ പ്രവർത്തിച്ചു. അതോടൊപ്പം തന്നെ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്, സഭയ്ക്ക്, സ്ത്രീക്ക് പറന്നു പോകുവാൻ കഴുകൻ്റെ ചിറകുകൾ ലഭിച്ചു എന്ന് പറയുന്നു. സാത്താൻ സഭയെ തകർക്കുവാൻ വേണ്ടി വട്ടം കൂട്ടി നിൽക്കുമ്പോൾ അവിടെ നിന്ന് പറന്നു പോകുവാൻ വേണ്ടി കഴുകൻ്റെ ചിറകുകൾ ലഭിച്ചു. ദൈവം തക്ക സമയത്ത് തൻ്റെ മക്കളെ രക്ഷിക്കുമെന്ന വലിയ ഒരു സന്ദേശമാണ് ഈ പാഠത്തിൽ നമുക്ക് തരുന്നത്. നമുക്ക് കഷ്ടതകൾ വരും ജീവിതത്തിൽ, കാരണം നമ്മളെ പ്രവചനങ്ങളൊക്കെ പറയുന്നത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് നമുക്ക് പ്രവചനങ്ങൾ തരുന്നത്. എന്തിനാണ്? കഷ്ടത നമ്മുടെ ജീവിതത്തിൽ വരുമെന്നും അതിനുവേണ്ടി എങ്ങനെ ആ കഷ്ടതകളെ അതിജീവിക്കുവാൻ എങ്ങനെ തയ്യാറാകണമെന്നും ആ കഷ്ടതകളെ അതിജീവിക്കുന്നതിന് വേണ്ടി ദൈവം നമുക്ക് എന്തൊക്കെ സഹായങ്ങൾ ചെയ്യുമെന്നും പ്രവചനങ്ങളോട് പറഞ്ഞു തരുന്നു. നമുക്ക് വെളിപ്പാടിൽ പറയുന്നത് കഴുകൻ്റെ ചിറകുകൾ നമ്മൾ പറന്ന് പോകുമെന്ന് പറയുന്നു. അപ്പോൾ ഈ അന്ത്യകാലത്ത് സാത്താൻ വളരെയധികം വേഗത്തിൽ, നമ്മൾ മുമ്പ് പഠിച്ചതുപോലെ ഇനി അധികം സമയമില്ല എന്ന ചിന്തയോടുകൂടി സാത്താൻ പ്രവർത്തിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, സാത്താനെ ആരാധിക്കാത്ത ഒരു ചെറിയ ന്യൂനപക്ഷം അവിടെ കാണും. ശബത്ത് ലംഘിക്കാത്ത ഒരു ചെറിയ ന്യൂനപക്ഷം ഇവിടെ കാണും. അവരെന്ത് ചെയ്യും? സാത്താൻ ആക്രമിക്കാൻ വരും. പക്ഷേ ദൈവം അവരെ സംരക്ഷിച്ചു കൊള്ളും. ഇവിടെ സിസ്റ്റർ വൈറ്റ് പറയുന്നത്, ശബത്ത് ക്രിസ്തീയ ഗോളം മുഴുവനും വിവാദത്തിനായുള്ള ഒരു പ്രത്യേക സന്ദർഭമാകുമ്പോൾ ബഹുജനത്തിൻ്റെ ആവശ്യകതയോട് വഴങ്ങുവാൻ ഒരു ചെറിയ ന്യൂനപക്ഷം നിരസിക്കുമ്പോൾ അവർ സാർവത്രികമായി വെറുക്കപ്പെട്ടവരായി മാറുന്നു. സാത്താൻ്റെ കൽപ്പനകളെ, സാത്താൻ്റെ ഞായറാഴ്ച ആരാധനയെ നമ്മൾ അംഗീകരിക്കാത്തത് കൊണ്ട് ലോകം മുഴുവനും ദൈവത്തിൻ്റെ സെവൻത് ഡേ അഡ്വെന്റിസ്റ്റുകാർ അല്ലെങ്കിൽ ശബത്ത് ആരാധികൾ വെറുക്കപ്പെട്ടവരായി മാറും എന്നാണ് സിസ്റ്റർ വൈറ്റ് പറയുന്നത്. പക്ഷെ അങ്ങനെ വെറുക്കപ്പെട്ടവരായി മാറിയാലും നാം അതിൽ ഉറച്ചു നിൽക്കുന്നു എങ്കിൽ,
നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ച് നാം നിൽക്കുന്നുവെങ്കിൽ, ഇതാണ് സത്യമെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നുവെങ്കിൽ, തീർച്ചയായിട്ടും കഴുകിൻ്റെ ചിറകടിച്ച് പറന്നു പോകുന്നത് പോലെ നമ്മെയും ദൈവം തൻ്റെ കരങ്ങളിൽ സുരക്ഷിതമായി കാത്തുകൊള്ളും എന്ന വലിയ ഒരു പ്രത്യാശയുടെ സന്ദേശമാണ് ഈ ബുധനാഴ്ച പാഠഭാഗത്തിലൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. വേറെ ഭാഗം പറഞ്ഞത് ഇങ്ങനെയുള്ളൊരു കാലത്തിനായിട്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ളൊരു കാലം എന്താണ് ക്രിസ്തീയ ജീവിതത്തിൽ അല്ലെങ്കിൽ ഭാവി പ്രവചനങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ ഭാവി അത്ര ശുഭകരമല്ല, അല്ലെങ്കിൽ നാം ആഗ്രഹിക്കുന്നത് പോലെ വളരെ നല്ലൊരു ഭാവിയല്ല. നമുക്ക് ഭാവിയിലുള്ള പ്രയാസങ്ങൾ, നടക്കാൻ പോകുന്ന സംഭവങ്ങൾ നമുക്കത്ര ആശ്വാസകരമല്ല എന്ന് പലപ്പോഴും ചിന്തിക്കുന്നവരുണ്ട്. കഷ്ടത നിറഞ്ഞതാണ്, പീഡിപ്പിക്കപ്പെടും, അല്ലെങ്കിൽ നമ്മൾ വെറുക്കപ്പെടും, നിന്ദിക്കപ്പെടും, പരിഹസിക്കപ്പെടും, ഇങ്ങനെയൊക്കെയാണ് ഭാവി പറഞ്ഞിരിക്കുന്നത്. പ്രവചനങ്ങൾ ദൈവം സത്യസന്ധമായിട്ടാണ് പ്രവചനങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നത്. അതിലൊരിക്കലും ദൈവം മയപ്പെടുത്തി പറയുകയോ അല്ലെങ്കിൽ നമുക്ക് കേൾക്കാൻ ഇമ്പകരമായ രീതിയിൽ അതിന് ദൈവം പറയുകയോ ചെയ്തിട്ടില്ല. മറിച്ച് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ആ യാഥാർത്ഥ്യം ദൈവം എന്ത് ചെയ്യുന്നു, നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു പ്രവചനങ്ങളിലൂടെ. എന്തിനു വേണ്ടി? ദൈവത്തിൻ്റെ ജനം അവരുടെ ഭാവി അല്ലെങ്കിൽ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യം എന്താണ് എന്ന് ദൈവത്തിൻ്റെ ജനം മനസ്സിലാക്കണം. അതിനുവേണ്ടി തയ്യാറെടുക്കണം. പീഡനങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, നമുക്കപ്പുറത്ത് ആരുണ്ട്? സാത്താനുണ്ട് നമുക്ക് വേണ്ടി വാദിക്കുവാൻ, നമ്മെ തെറ്റിക്കുവാൻ വേണ്ടി. അപ്പോൾ ഇതെല്ലാം ദൈവം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും നാം ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളാണ്, പ്രശ്നങ്ങളാണ്. നാം മറന്നു പോകുന്നൊരു കാര്യം, ഈ പ്രയാസങ്ങളുടെയും പ്രതിസന്ധി ഘട്ടങ്ങളുടെയും നടുവിൽ നിന്നു ദൈവം നമ്മെ രക്ഷിക്കുമെന്ന ആ വലിയ ഒരു വാഗ്ദത്തത്തെ നാം എന്ത് ചെയ്യുന്നില്ല, അത്ര വില കൽപ്പിക്കുന്നില്ല, അത്ര ഓർക്കുന്നില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. മറിച്ച് നമുക്കുള്ളതായ കഷ്ടതകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു. ക്രൂശിക്കപ്പെടും, പീഡിപ്പിക്കപ്പെടും, ആക്രമിക്കപ്പെടും, അല്ലെങ്കിൽ വിൽക്കുവാനോ വാങ്ങുവാനോ കഴിയില്ല, അല്ലെങ്കിൽ എന്തു ചെയ്യും, ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടും എന്നൊക്കെയുള്ള വലിയ ഒരു ഭീകരമായൊരു അന്തരീക്ഷം നമുക്കിത് വരാൻ പോകുന്നു എന്ന് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ദൈവം നമ്മളെന്താ പറയുന്നത്? ആ ഭീകരമായ അന്തരീക്ഷം നിങ്ങൾക്ക് ഉണ്ടാകും, നമുക്കുണ്ടാകും, വസ്തുത തന്നെയാണ്. പക്ഷേ അതിൽ നിന്നൊക്കെയും ദൈവം നമ്മെ എന്തു ചെയ്യും? കാത്ത് സൂക്ഷിക്കും. ദൈവം നമ്മെ രക്ഷപ്പെടുത്തും എന്നാണ് പറയുന്നത്. അപ്പോൾ അന്ത്യകാലത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് നാം ഒരിക്കലും നമുക്ക് സംഭവിക്കാൻ പോകുന്ന ഭീകരത മാത്രമല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, മറിച്ച് ദൈവം നമ്മെ രക്ഷിക്കും, കരങ്ങളിൽ വഹിച്ചുകൊള്ളും എന്ന ഒരു വിശ്വാസം, ആ ഒരു വാഗ്ദത്തം കൂടെ നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കണം. യാക്കോബിൻ്റെ കാലത്തുള്ളതായ പ്രയാസങ്ങൾ നമുക്ക് അനുഭവപ്പെടും, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്, ഇതൊക്കെ നമുക്കുണ്ടാകും. പക്ഷെ അപ്പോഴും ദൈവം യാക്കോബിനെയും എന്ത് ചെയ്തു? തൻ്റെ മക്കളെയും സംരക്ഷിച്ചു. ഇവിടെ എസ്തറിൻ്റെ കാലത്ത് എസ്തറിനെ അല്ലെങ്കിൽ മൊർദെഖായിയെ മാത്രമല്ല നശിപ്പിക്കുവാൻ വേണ്ടി ഹാമാൻ തീരുമാനിച്ചത്, ആ സമൂഹത്തെ ഒന്നാകുകയാണ്. അപ്പം ആ ഒരു നശീകരണത്തിൻ്റെ ഭാഗമാകാൻ പോയത് എസ്തർ മാത്രമല്ല, ഒരു സമൂഹം മൊത്തമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളെ കഷ്ടപ്പെടുത്തുവാൻ വേണ്ടി പോകുമ്പോൾ അവിടെ നമ്മൾ മാത്രമല്ല അതിന് തയ്യാറാകുന്നത്, അല്ലെങ്കിൽ അതിനെ എതിർക്കുവാൻ തയ്യാറാകുന്നത്, അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി പോകുന്നത്. ദൈവത്തിൻ്റെ കൃപയാൽ അനേകർ രക്ഷപ്പെടും. എതിർക്കുവാൻ വേണ്ടി ശക്തി നമുക്കില്ല, ആ എതിർക്കുവാൻ വേണ്ടി ദൈവം നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. എസ്തറിനോടൊപ്പം ദൈവമുണ്ടായിരുന്നതുപോലെ നമ്മോടൊപ്പം ദൈവമുണ്ടായിരിക്കും. അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്ക് ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്. ഈ ലോകത്തോട് ദൈവത്തിൻ്റെ ത്രിവിധ ദൂതുകൾ വിളമ്പുവാൻ വേണ്ടി ദൈവത്തിൻ്റെ മണവാട്ടി സഭയെ വിളിച്ച് ഇറക്കിക്കൊണ്ടുവന്നതുപോലെ നമ്മെ ഇറക്കിക്കൊണ്ട് വന്നിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. ദൈവത്തിൻ്റെ ത്രിവിധ ദൂതുകൾ എന്തു ചെയ്യാൻ വേണ്ടി? ഈ ശേഷിപ്പ് സഭയിലൂടെ ഈ ലോകത്തെ അറിയിക്കണം എന്നാണ് ഇവിടെ 1200 ദിവസങ്ങളെക്കുറിച്ച് പറയുന്നത്. അവസാന ഭാഗത്ത് പറഞ്ഞത് എന്താണ്? ചരിത്രത്തിലെ ഒരു പ്രത്യേക നിമിഷത്തിന് വേണ്ടിയാണ് തൻ്റെ ശേഷിപ്പ് സഭയെ ദൈവം വിളിച്ചിരിക്കുന്നത്. അന്ധകാര യുഗത്തിലെ 1200 ദിവസങ്ങൾ അവസാനത്തിലേക്ക് എത്തിയപ്പോൾ ദൈവം തൻ്റെ മണവാട്ടിയെ മറവിൽ നിന്നുകൊണ്ട്, വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ഒരു വിഷയമാണ്, ആ 1200 അന്ധകാര ദിനങ്ങളെ, യുഗത്തിൻ്റെ ദിനങ്ങളെ മറികടന്നുകൊണ്ട് തൻ്റെ മണവാട്ടി സഭയെ ദൈവം രൂപീകരിച്ചതുപോലെ, വിളിച്ചു കൊണ്ടുവന്നതുപോലെ ഈ അന്ത്യകാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ത്രിവിധ ദൂതുകളെ പറയുവാൻ വേണ്ടി ദൈവം നമ്മെ ഇന്ന് ആക്കിയിരിക്കുന്നു. നാം ദൈവത്തിൻ്റെ ത്രിവിധ ദൂതുകൾ പറയുന്നത് ഈ ലോകത്തോടുള്ള
ശിക്ഷാവിധി മാത്രമല്ല, മറിച്ച് ദൈവത്തിൻ്റെ മക്കൾക്കുള്ള രക്ഷാപദ്ധതിയുടെയും വാഗ്ദത്തം കൂടിയാണ് ദൈവത്തിൻ്റെ ആ ത്രിവിധ ദൂതുകൾ എന്ന് പറയുന്നത്. ഈ അന്ത്യകാലത്ത് ഈ ലോകത്തോട് ഈ ത്രിവിധ ദൂതുകൾ പറയേണ്ടത്, 3 ദൂതന്മാരുടെ ദൂത് പറയേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യമാണ്. അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്ത്യകാലത്ത് നമുക്ക് നടക്കുമെന്ന് പറയുന്ന പ്രവചനങ്ങളിലെ ആ ഭയാനകമായ കാര്യങ്ങളെക്കുറിച്ച് പേടിച്ച് ഭയചകിതരായി ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഓടിപ്പോകുന്നവല്ല, മറിച്ച് ആ ഭയാനകമായ കൊടിയ പീഡനങ്ങളുടെ നടുവിൽ നിന്നും ദൈവം എന്നെയും നിങ്ങളെയും കൈപിടിച്ചുയർത്തും, കഴുകൻ്റെ ചിറക് നൽകി പറന്നുയരുന്നാം എന്ന പ്രത്യാശയോടുകൂടി ജീവിക്കുവാൻ വേണ്ടിയാണ് ഈ പാഠഭാഗം ഇന്ന് നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. ഇതുവരെ ശ്രവിച്ചതിന് ദൈവനാമത്തിൽ നിങ്ങൾക്ക് നന്ദി പറയുന്നു. ഇതിൻ്റെ മാനവും മഹത്വവും ദൈവത്തിന് സമർപ്പിക്കുന്നു. ആമേൻ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും സ്വർഗീയ പിതാവാൻ നല്ല ദൈവമേ, ഈ പാഠം കർത്താവ് ഇതുവരെ ഞങ്ങൾക്ക് പഠിക്കുവാൻ തന്ന വലിയ കൃപയോർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അന്ത്യകാലത്ത് ദൈവമേ, അങ്ങയുടെ പ്രവചനങ്ങൾ ഞങ്ങൾക്ക് നൽകിയിരിക്കുമ്പോൾ ആ പ്രവചനങ്ങളിലുള്ള അങ്ങയുടെ വാഗ്ദത്തത്തെ, രക്ഷയെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിൻ്റെ പ്രേക്ഷകരായുള്ള എല്ലാ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ അനുഗ്രഹങ്ങൾ നേടത്തക്ക വിധത്തിൽ ദൈവമേ അങ്ങയുടെ വ്യവസ്ഥ പ്രകാരം ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈഡൻ TV ടീമിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവർക്ക് നൽകിയ താലന്തുകൾ അങ്ങയുടെ വലിയ വേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന, അതിനുള്ള അവസരം കൊടുത്ത വലിയ കൃപയ്ക്കായ സ്തോത്രം. ഇതിനെ സഹായിക്കുകയും ഇതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഓരോ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങൾ, അവരുടെ കുഞ്ഞുങ്ങൾ, അവരുടെ തലമുറകളൊക്കെയും അനുഗ്രഹിക്കപ്പെടുവാൻ സഹായിക്കണം. അടിയനും ഇതിൻ്റെ ഭാഗമാകുവാൻ ഇടയാക്കിയ വലിയ കൃപയോർത്ത് സ്തോത്രം. അഹങ്കരിച്ച് പോകാതെ, നിഗളിച്ച് പോകാതെ ദൈവമേ, ഏറ്റവും താഴ്മയോടുകൂടി അങ്ങയുടെ സന്നിധിയിലായിരിക്കാനും അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ എന്ന വലിയ കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു. മാനവ മഹത്വം അവിടെ നിന്ന് കൈക്കൊള്ളണം. സകലവും ഞങ്ങൾക്കായി ജീവിക്കുന്ന ക്രിസ്തയേശുവിൻ നാമത്തിൽ ചോദിക്കുമ്പോൾ തന്നെ ആമേൻ.